ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാടം സൈഡാണ്. ഇന്ന് ഇവിടെയാണ് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഇവിടേക്ക് കൂടുതലും വരാറ് നമ്മുടെ കുഞ്ഞാറ്റും ചാരും ഒക്കെ ചായ കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഞാനും അമ്മയും കുറവാണ് ഇങ്ങോട്ട് വരലിട്ടാ. പിന്നെ എന്തായാലും ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പാടത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നമുക്ക് അറിയണ ഒരു ചേച്ചിയുടെ കടയിലാണ് ഇന്ന് കയറിയത്. നമ്മളെപ്പോൾ ഇവിടെ വന്ന് ചായ കുടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞി ചായ കുടിക്കാൻ വരികയാണെങ്കിലും ഇവിടെയാണ് കയറാറ് കേട്ടാ. അങ്ങനെ കുഞ്ഞിയുടെ ബൂസ്റ്റ് വരാനാണ് കുറച്ചും കൂടെ ലേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെറിയൊരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പോടെ അവർ എക്സ്പ്രഷനിലൂടെ ഞാൻ വിചാരിച്ചത് നല്ല ചൂട് പരിപ്പോടെയാണെന്ന്. പക്ഷെ ചൂട് പരിപ്പോടെയൊന്നും അല്ല, എന്നാലും കൊള്ളായിരുന്നു. പക്ഷെ അപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയും കൊള്ളിയും ബോട്ടിയും കൊള്ളിയും ചിക്കനും കൊള്ളിയും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിരുന്നു അവിടെ ചൂടോടെ ഈ ടൈമിൽ കിട്ടണത് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ചായ കുടിക്കാൻ മാത്രം വന്നുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഒതുക്കിയത്. അങ്ങനെ ഗൈസ്, ഈ ചേച്ചിക്ക് നമ്മൾ അറിയുന്ന കാരണം കുറെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാരുവിന്റെ കൂട്ടുകാരിയുടെ അമ്മാമ്മയും കൂടിയാണ്. അപ്പൊ അവളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചായക്കുടിയും വർത്താനം പറച്ചിലും കഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മളിത് ചെറിയൊരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇതിൽ കയറണം എന്നൊരു ആഗ്രഹം. കാരണം കുഞ്ഞ് ഫസ്റ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇതിൽ കയറാനായിട്ട്. അപ്പൊ ഇതെങ്ങനെ കയറാന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിങ്ങനെ ആക്കിയപ്പോ അമ്മയ്ക്ക് ഒരു പുതിയ ഇതിൽ കയറണം, ഇങ്ങനെ ആക്കണം എന്നുള്ളത്. അങ്ങനെ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ അമ്മ ഇങ്ങനെ നോക്കി വെച്ചിട്ട് രണ്ടാളും കൂടെ കയറാനായിട്ട് പോവാണ്ട്. അപ്പൊ കുഞ്ഞൊന്ന് ഇറങ്ങി നിന്ന് ബാലൻസ് ചെയ്ത് നിന്നു. കാരണം അമ്മ ഞാൻ പെട്ടെന്ന് വീഴുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ രണ്ടാട്ടില് അമ്മയ്ക്ക് മതിയായി. അമ്മ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കുഞ്ഞ് അടുത്ത എക്സസൈസിൽ കയറാൻ തുടങ്ങി. വീണ്ടും റെസ്റ്റിന് ശേഷം അമ്മ അടുത്ത ഇതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചാരുവാണ് ഇതിന്റെ മോട്ടിവേറ്റർ. അമ്മ ഇതിലിരുന്നിട്ട് ഇങ്ങനെ കറങ്ങിയാൽ മതി എന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമുള്ള സംഭവമാണ്, എനിക്കിത് ഇഷ്ടമുള്ള കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യാം, നമുക്ക് റോഡിൽ പോകണവരെ എല്ലാവരും കാണുകയും ചെയ്യാം. അപ്പൊ അതൊരു ഉപകാരമാണല്ലോ. അപ്പൊ ഇരുന്ന് ഇങ്ങനെ കറങ്ങിയാൽ പോരെ. ആ സംഭവം നല്ലോണം ഇഷ്ടമായ സ്ഥിതിക്ക് അവിടുന്ന് പിന്നെ ഇരിക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം അവിടുന്ന് എനിക്ക് വരുന്നില്ല കേസ്, കാരണം എല്ലാം നന്നായിട്ട് കാണായിരുന്നു. അത് കാരണം അമ്മ അവിടുന്ന് ഇപ്പൊ എനിക്ക് ഉദ്ദേശമില്ലാത്ത കാരണം നമ്മൾ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പുറത്തൊക്കെ ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഇപ്പം കൂടുതലും അച്ചാച്ചന്മാരൊക്കെ വന്നിരിക്കണ കാരണം എക്സസൈസിന്റെ ഭാഗത്തേക്ക് അവരാരും വരില്ല. പിന്നെയെന്ന് പറയുന്നത് പിന്നെ കുട്ടികളോ അല്ലെങ്കിൽ ചേച്ചിമാരോ ചേട്ടന്മാരോ അങ്ങനെ ആരെങ്കിലും വരണം. ഇപ്പൊ ആ സംഭവം അവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറെ നേരം ഇരിക്കാനും പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഊഞ്ഞാലിരിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരൊന്ന് എനിക്ക് പോകാനും കൂടിയാണ് ഈ വെയിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പൊ ചാരും അപ്പുറത്തിരിക്കുന്ന ഒരു എക്സസൈസ് എടുത്തിട്ട് എക്സസൈസ് ചെയ്യണ്ട. അപ്പൊ എനിക്കൊരു മോഹം അതേപോലെ ഒന്ന് കറങ്ങണം. അങ്ങനെ നമ്മുടെ കറക്കം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തുള്ള ഒരു ഊഞ്ഞാല് ഫ്രീ ആവാനും കൂടിയാണ് ഇത് വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എണീറ്റ് പോയപ്പോൾ ഓടി വന്ന് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നു. അങ്ങനെ ചാരു നല്ലോണം സ്പീഡിൽ ആട്ടി തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടി എങ്ങാനും ഒടിഞ്ഞ് വീണാലോ എന്ന്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് എണീറ്റു ഗൈസ്. അങ്ങനെ കുഞ്ഞു വന്നിരുന്നു. അപ്പൊ കുഞ്ഞു അവരായി. പിന്നെ അവർ നല്ലോണം സ്പീഡിൽ ആടുകയാണ് ഗൈസ്. കാരണം സ്പീഡിലാവുമ്പോൾ എനിക്ക് എന്തോ ടെൻഷൻ. അത് കാരണം ഞാൻ അവരിരുന്ന് ആടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് ഞങ്ങൾ ആ പാടത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ പാടവും പുഴയും കൂടിയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ചേട്ടന്മാർ അല്ല ഒരു അച്ചാച്ചൻ മീൻ പിടിക്കാൻ വന്നിട്ട് എന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ അവിടെ നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഊഞ്ഞാലിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അവർ രണ്ടാളും എണീറ്റ് വരും എന്നാണ് ഞങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നത്. പക്ഷെ അവർ ഫുൾ ഇരുന്ന് ഊഞ്ഞാലാടായിരുന്നു ഗൈസ്. അവരുടെ ലോകത്തിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങളും വിളിക്കാനൊന്നും നിന്നില്ല. കാരണം ഇപ്പോൾ അവിടെ ഇപ്പം നമ്മൾ എനിക്ക് വന്നാലും വേറെ വല്ലവരും വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ഊഞ്ഞാൽ മിസ്സാവും. കാരണം അവർ കാത്തിരുന്ന് ഊഞ്ഞാൽ ഒഴിഞ്ഞു കിട്ടിയതാണ്. അപ്പോൾ അതെന്തായാലും അവർ ഇപ്പോൾ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം ഇരുട്ടാവാറായിട്ടുണ്ട്. 7 മണിയാണ് ഈ സമയം. ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 7 മണിയാണ്. 7 മണിയായിട്ടും ഇവിടെ ഇരുട്ടായിട്ടില്ല. അന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണത് കേട്ടോ.
അപ്പോൾ അന്നാണെങ്കിൽ നേരം വൈകാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഫോട്ടോ എടുക്കണം, അപ്പം സിനിമാറ്റിക് മൂഡിലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ പോസിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അറിയും പോലെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ചിലപ്പോൾ അവൾ പെട്ടു, പെട്ടില്ലെങ്കിൽ പെട്ടില്ല, അങ്ങനെയാണ്. അതിനവൾ ചീത്ത പറഞ്ഞൊക്കെ എടുത്തു. അങ്ങനെയാണ് പുഴയിൽ നോക്കിയപ്പോൾ വഞ്ചി തുഴയണ കണ്ടത്. പക്ഷെ വഞ്ചി തുഴയുമ്പോഴത്തേന് ഞാൻ ഇപ്പുറത്തെ സൈഡ് എന്തോ ഒരാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഞാൻ കുറേ നേരം ഈ മേഘത്തിനടുത്ത് നിന്നിട്ടുണ്ട്. അപ്പം വൈകും തോറും നല്ലോണം ഡാർക്കായിട്ട് വരിക. അപ്പം അത്രയും രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എടുത്തിട്ടും തീരുന്നില്ല. പിന്നെ കുഞ്ഞി പറയുക സ്റ്റോറേജ് ഫുള്ളാവും, എന്തിനാ ഈ ഇങ്ങനെ എടുക്കണേന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് അത്രയും ഇഷ്ടമായി ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമായിട്ടിട്ട്. അപ്പോൾ ദേ ഇതൊക്കെയാണ് എൻ്റെ വലിയ പരിപാടികൾ ഇട്ട. പറയുമ്പോൾ തോന്നും നമുക്ക് കുന്നോളുണ്ട്, പക്ഷെ ഇല്ല. എൻ്റെ ലോകം എന്ന് പറയുന്നത് കുഞ്ഞിതാണ്. ഞാനിങ്ങനെ സംസാരിക്കണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് പാടത്തുനിന്ന് നേരെ കയറി അമ്മയും ചാരുള്ളടത്തേക്ക് പോകുന്നു. കുറേ നേരം ഞാൻ അവരെ നോക്കി നിന്നു, ഞാനിന്ന് എങ്ങനെ എണീറ്റ് തരുമെന്ന്. പക്ഷെ അവർ എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. അവർ ആടിയതിനേക്കാളും സ്പീഡിൽ ആടുന്നുണ്ട്. എനിക്കാണെങ്കിൽ കയറി ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനും കൂടി കയറിയിരുന്നു. ഞങ്ങൾ 3 ആളും ഭയങ്കര ആടലായിട്ടാ. പക്ഷെ ഞങ്ങളുടെ തൊട്ട് മുമ്പ് വന്നവര് 3 ആളും നല്ല സൈസ് ഉള്ളവരായിരുന്നു. അപ്പൊ അവരാടിയെങ്കിൽ നമുക്ക് എന്തായാലും ആടും. നമ്മൾ ആണെങ്കിൽ നല്ല സ്പീഡിൽ ആടണൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്ലോമോ എടുക്കുന്ന കാരണം പിന്നെ നന്നായിട്ട് പൊങ്ങി പോണത് പോലെ തോന്നും. പോരാത്തതിന് ഇപ്പൊ ക്യാമറ നല്ലോണം വൈഡ് ആയിട്ട് എടുക്കണ കാരണം നമ്മൾ വിചാരിക്കും നല്ല സ്പീഡിലാണ് ആടുന്നത്. എന്നാലും സ്പീഡ് അത്യാവശ്യം സ്പീഡും അത്യാവശ്യം പൊങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ക്യാമറേനും ഞങ്ങളെ ആയാലും. എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആടിയപ്പോഴേ അവരെന്തുകൊണ്ടാണ് എനിക്ക് വരാത്തതിൻ്റെ ഉള്ള ഒരു രഹസ്യം വീഡിയോ കിട്ടിയത്. കാരണം നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വൈബിൽ അങ്ങോട്ട് ഇരിക്കാനും സംസാരിക്കാനും. പിന്നെ അവിടെയാണെങ്കിൽ 7 മണി കഴിഞ്ഞ കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ കുറഞ്ഞു. കാരണം ചായ കുടിക്കാൻ വരുന്നവരും എല്ലാവരും കുറഞ്ഞു. ഇപ്പം ഫാമിലി ആയിട്ടുള്ള ലൈറ്റ് അടിച്ചു. പിന്നെ അവർക്ക് കടയിൽ കയറാണ്ടായിരുന്നു ആയുർവേദത്തിന്റെ. അവിടെ നിന്ന് എന്തോ ഒരു കൺമഷി വാങ്ങിയിട്ട് കണ്ണിന് കൺമഷി നടത്തുന്ന